ഹായ് അപ്പോൾ താനൂരിപ്പോഴും പഴയ പോലെ തന്നെ. താനൂരിപ്പോഴും ആപ്പിളും മാങ്ങയൊക്കെ ഉള്ളൂ. നല്ല മാങ്ങയൊക്കെ ഉണ്ട് കേട്ടോ. മാങ്ങ നല്ല വലിയ ചക്ക പോലത്തെ മാങ്ങ കണ്ടോ, നമ്മൾ കയ്യിൽ കറ്റി വലിപ്പമുണ്ട്, നല്ല വലിപ്പമുള്ള മാങ്ങ. അപ്പോൾ ചക്ക വേണമെങ്കിൽ തമ്പാനൂർ തന്നെ പോകണം. തമ്പാനൂർ ഇപ്പോൾ അവിടെ നിറയെ ചക്കയുണ്ട്. വേറെ ഒന്നുമല്ല, ഇത് ചക്ക ഫെസ്റ്റാണ്. അപ്പോൾ കുറേ ചക്ക ഒക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അയനിച്ചക്ക എന്നാണ് തോന്നുന്നു ഇവിടെയൊക്കെ എല്ലാവരും പറയുന്നത്. പൊതുവേ നമ്മുടെ നാട്ടിൽ അയനിച്ചക്ക എന്നാണ് പറയുന്നത്. അതിന് കല്ലാത്ത സാധാ വലിയ ചക്കയുണ്ട്, നല്ല ചുവന്ന കളറുള്ള ചക്കയുണ്ട്, നല്ല കുറച്ച് ഡാർക്ക് ചുവപ്പ് കളറുള്ള ചക്കയുണ്ടായിരുന്നു. അതിനൊക്കെ ചക്ക കൊണ്ടുള്ള ഒരുപാട് വിഭവങ്ങളും ഉണ്ട്. ചക്ക ബിരിയാണി, ചക്ക കുക്കീസ്, ചക്കാട, ചക്ക പായസം എല്ലാം ഉണ്ട്. ചക്ക ബിരിയാണി ഞാൻ ആദ്യമായിട്ട് കാണാം. അപ്പോൾ ഒന്ന് കുറച്ച് മേടിച്ച് നോക്കാമെന്ന് വിചാരിച്ച്. കണ്ടിട്ട് കൊള്ളാം കേട്ടോ, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ പിന്നെ കുറച്ച് വാങ്ങി കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പിന്നെ ഇതൊരു വെജിറ്റബിൾ പറാട്ടയാണ്, മുഗളായ വെജ് പറാട്ട. അപ്പോൾ അത് ഒരെണ്ണം വാങ്ങിച്ചു. ടേസ്റ്റ് ചെയ്യാനല്ലേ, അപ്പോൾ ഒരെണ്ണം മതി. പിന്നെ പായസം പിന്നെ കണ്ടിട്ട് തന്നെ കൊള്ളാം. ഇനി അതിൻ്റെ ഒരു കുറവ് വേണ്ട, അപ്പോൾ ചെറിയൊരു പാത്രം പായസവും വാങ്ങിച്ചു. ഇനി നമുക്ക് എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആദ്യം മുഗളായ പൊറോട്ടയാണ്. 5 ദിർഹംസിനൊന്നുമില്ല, ചെറിയൊരു ഇതാണ്. പിന്നെ നമ്മൾ വാങ്ങിച്ചതല്ലേ, പ്രത്യേകിച്ചൊന്നും നോക്കണ്ട. സെൻറ്റർ തന്നെയും കട്ട് ചെയ്തു. അകത്ത് ഒരു നല്ല വെജിറ്റബിളിൻ്റെ ഫില്ലിംഗ് ഉണ്ടായിരുന്നു, കുഴപ്പമില്ല. ഫില്ലിംഗ് എല്ലാം ഫ്രോസൺ ക്യാരറ്റ്, വെജിറ്റബിൾസ് ഒക്കെ, ഗ്രീൻ പീസ്, പിന്നെന്താ ഉള്ളത്, ജസ്റ്റ് ചെറിയൊരു മസാല, അത്രയേ ഉള്ളൂ. അങ്ങനെ മസ്റ്റ് ട്രൈ ഒന്നുമില്ല, കഴിക്കാം, ഒരു വട്ടം കഴിക്കാം, അത്രയേ ഉള്ളൂ. അടുത്തത് ചക്കപ്രഥമൻ അടിപൊളിയായിരുന്നു കേട്ടോ. ടേസ്റ്റ് കൊണ്ടത് മൊത്തം വടിച്ച് കഴിച്ചു. നല്ല ക്ലീനാക്കി പാത്രം. അല്ലെങ്കിലും എല്ലായിടത്തും അങ്ങനെയാണല്ലോ, ടേസ്റ്റുള്ള ഫുഡ് നമ്മൾ കൈ കിട്ടിയാൽ നമ്മളത് പെട്ടെന്ന് കഴിച്ച് തീർന്നു പോയെന്ന് തോന്നിപ്പോവും. പക്ഷേ ടേസ്റ്റ് ഇല്ലാത്തതാണെങ്കിൽ അത് അവിടെ തന്നെ ഇരിക്കും. ചക്കപ്രഥമൻ അടിപൊളിയായിരുന്നു, നല്ല സ്വാദുണ്ടായിരുന്നു. ഒരു 10 മാർക്ക് കൊടുക്കാം. അടുത്തത് നമ്മുടെ ചക്ക ബിരിയാണി ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നതും കാണുന്നതും ഒക്കെ. അപ്പോൾ ചക്ക നല്ല പീസസൊക്കെ ആയിട്ട് അതിനകത്തുണ്ട്. നല്ല റൈസിനൊക്കെ നല്ല ഫ്ലേവർ തോന്നിക്കുന്നുണ്ട്. കണ്ടാറ ചക്കയായിട്ട് തന്നെ കിടപ്പുണ്ട്. നല്ല ചക്കയുടെ എല്ലാ ഭാഗങ്ങളുമായിട്ട് നല്ല വെട്ടിയിട്ട ചക്കക്കുരുവും ചക്ക മടലോട് തന്നെ വെട്ടിയിട്ട പീസസായിരുന്നു അതിനകത്തുണ്ടായിരുന്നത്. 1-2 പീസസ് ഉണ്ടായിരുന്നു. ഞങ്ങളൊരു 250 ഗ്രാമേ മേടിച്ചിട്ടുള്ളായിരുന്നു. ടേസ്റ്റ് നോക്കാനല്ലേ എങ്ങനെ ഇരിക്കുമെന്ന് അറിഞ്ഞൂടല്ലോ. പക്ഷെ കഴിച്ച് നോക്കിയപ്പോൾ കൊള്ളാം, അടിപൊളിയാണ്. അതിൻ്റെ പീസസും ഒക്കെ നല്ലൊരു ഫ്ലേവർ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ അടുത്ത ദിവസം ഒന്ന് മേടിച്ച് നോക്കിയായിരുന്നു, പക്ഷെ അത് അത്ര പോരായിരുന്നു. അപ്പോൾ എപ്പോഴും നല്ലതായിരിക്കണമെന്നില്ല, ലക്കണക്കിരിക്കും മേടിക്കുമ്പോൾ. അപ്പോൾ ആദ്യമായിട്ട് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചക്ക മേടിക്കുക, ചക്ക വിഭവങ്ങളെല്ലാം കഴിച്ചു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.